ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2024 ആണ്ട് വലിയ നോമ്പിന്റെ പീഡാനുഭവ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചുവല്ലോ. നോമ്പിലെ 44 ദിനമായ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22 അധ്യായം 15 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ ശുശ്രൂഷയിൽ അസൂയ പൂണ്ട പരീശരും ഹെരോദ്യരും സദൂക്യരും അവനെ വാക്കിൽ കുടുക്കേണ്ടതിന് ഉന്നയിക്കുന്ന 2 ചോദ്യങ്ങളാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമതായി പരീശന്മാരുടെ ശിഷ്യന്മാരും ഹെരോദ്യരും കൂടെ ചോദിക്കുന്നു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? രണ്ടാമതായി സദൂക്യരാണ് സംശയവുമായി വരുന്നത്. 7 പേർക്ക് ഭാര്യയായിരുന്ന സ്ത്രീ പുനരുദ്ധാനത്തിൽ ആർക്ക് ഭാര്യയാകും? യേശുവിനെതിരെ ആരോപണങ്ങൾ ചുമത്തി അവനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് അവർ വരുന്നത്. ശത്രുക്കൾക്ക് പോലും അവന്റെ സ്വഭാവത്തെക്കുറിച്ച് നല്ലതേ പറയുവാനുള്ളൂ. 16 വാക്യത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. യേശുവിലുള്ള നന്മയെ അറിഞ്ഞിട്ടും അത് അംഗീകരിക്കാൻ സാധിക്കാതിരുന്നവരാണ് അവർ. യേശുവിന്റെ കഷ്ടാനുഭവവും ക്രൂശുമരണവും ധ്യാനിക്കുമ്പോൾ എന്തിനാണ് ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും അന്നുണ്ടായിരുന്നവർ അവനെ ക്രൂശിക്കാൻ പറഞ്ഞത് എന്ന് നാം ചിന്തിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, കാലമേറെ കഴിഞ്ഞിട്ടും നാമും ഇത് തന്നെയല്ലേ ആവർത്തിക്കുന്നത്? സത്യത്തിനും നീതിക്കും വേണ്ടി ദൈവഭയത്തോടെ ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന അനേകർ നമുക്ക് ചുറ്റിലുമില്ലേ? അവർക്കൊരു പ്രോത്സാഹനവും കൈത്താങ്ങും നൽകുന്നതിനു പകരം അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ ക്രൂശിക്കുവാൻ നാമും ശ്രമിക്കാറില്ലേ? ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന ആദ്യത്തെ ഉൾക്കാഴ്ചയും ഇതാണ്. സത്യസന്ധതയോടെയും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവരായും മുഖപക്ഷമില്ലാതെയും ദൈവഭയമുള്ളവരായും ജീവിക്കുക. അപ്രകാരം നല്ല ജീവിതം നയിക്കുന്നവരെ ക്രൂശിക്കാൻ കൂട്ടുനിൽക്കാതെയും ഇരിക്കുക. 20 വാക്യത്തിൽ നാം വായിക്കുന്ന സ്വരൂപവും മേലെഴുത്തും എന്ന 2 പദങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. യേശു എന്താണ് ഈ വാക്കുകളിലൂടെ അർത്ഥമാക്കിയിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 26-27 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും അവന്റെ സ്വരൂപത്തിലാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും വിശ്വസിക്കുന്നവരാണ്. ഇന്നത്തെ വേദഭാഗത്തിലേക്ക് നാം തിരികെ വരുമ്പോൾ കൈസറുടെ സ്വരൂപവും മേലെഴുത്തുമുള്ളത് കൈസർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നതോടൊപ്പം ദൈവത്തിന്റെ സ്വരൂപവും മേലെഴുത്തുമുള്ള നാം ദൈവത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതം അവന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നതാണോ എന്ന് നാം ശോധന ചെയ്യേണ്ടതാണ്. ദൈവം രണ്ടാമതായി നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്ന ചിന്ത ഇപ്രകാരമാണ്: ഈ വർഷത്തെ നോമ്പ് നീ ആചരിച്ചിട്ടും നിന്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എത്രയോ തവണ എന്റെ സ്വരൂപത്തിന്റെ വിശുദ്ധിയെ നീ കളങ്കപ്പെടുത്തി. 2024 ഈ നോമ്പ് ദിനങ്ങളിൽ ദൈവം നമ്മെ സ്നേഹത്തോടെ തിരിച്ചു വിളിക്കുന്നു. അവന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിപ്പാൻ നാം തയ്യാറാകുമെങ്കിൽ തീർച്ചയായും നമ്മെ കളങ്കമില്ലാത്തവരാക്കി തീർപ്പാൻ അവൻ മതിയായവനാണ്. മൂന്നാമതായി 29 വാക്യത്തിൽ യേശു ഇപ്രകാരം പറയുന്നു: നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായകൊണ്ട് തെറ്റിപ്പോകുന്നു. എന്തിനു വേണ്ടിയാണ്, എപ്രകാരമാണ് നോമ്പ് ആചരിക്കുന്നത്? കേവലം ഭൗതികമായ സ്വാദുഭോജനങ്ങൾ വർജിക്കുക എന്നതല്ല നോമ്പിന്റെ ആചരണം. കൂരിരുൾ നിറഞ്ഞ ജീവിത വഴികളിൽ നാം വീണു പോകാതിരിക്കേണ്ടതിന് നമ്മെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ആത്മീയ ബോധ്യം കൊണ്ട് പരിശുദ്ധാത്മ ശക്തി ആർജിക്കേണ്ട ദിനങ്ങളാണ് ഇത്. തന്റെ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ച ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട് എന്ന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് ഭാരങ്ങളും പ്രയാസങ്ങളും മൂലം ജീവിതത്തിന്റെ തോണി ആടി ഉലയുമ്പോൾ നാം പതറിപ്പോകുന്നത്. നമ്മുടെ ജീവനും ജീവിതവും പ്രതിസന്ധിയിലാകുമ്പോൾ അവന്റെ ബലത്തിലും അമിത ബലത്തിലും ആശ്രയിപ്പാനുള്ള വിശ്വാസം നമുക്കുണ്ടോ? പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം.
എന്തുകൊണ്ടാണ് നാം തെറ്റിപ്പോകുന്നത്? തിരുവെഴുത്തുകളെ വേണ്ടവിധം മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണെന്ന് വേദഭാഗം പറയുന്നു. നമ്മുടെ തിരുവചന പഠനം ഒരിക്കലും പൂർണ്ണതയിലെത്തിയെന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. ഓരോ തവണയും വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മോട് വ്യത്യസ്ത രീതിയിലാണ് ഇടപെടുന്നത്. രോഗിയാകുമ്പോൾ വൈദ്യനാകും, ഏകാഗിയാകുമ്പോൾ സഖിയാവും, വേദനയിൽ ആശ്വാസദായകനാവും, തെറ്റിപ്പോകുമ്പോൾ നല്ല വഴികാട്ടിയാവും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും അവനെ കണ്ടുമുട്ടണമെങ്കിൽ തിരുവചന ധ്യാനവും പഠനവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടതുണ്ട്. അവസാനമായി ദൈവം നമുക്ക് തരുന്ന ഉൾക്കാഴ്ച ഇതാണ്: എന്റെ വചനം ശരിയായി മനസ്സിലാക്കി എന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ നീ ഒരു നാളും തകർന്നു പോകുകയില്ല. ഈ വർഷത്തെ നോമ്പിന്റെ അവസാന ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അവരനിലെ നന്മയെ തിരിച്ചറിഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കാനും തന്റെ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ചവന്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാനും ഏതവസ്ഥയിലും വീണുപോകാതിരിപ്പാൻ തിരുവചന ധ്യാനത്തിലൂടെ മഹാശക്തനായ ഒരു ദൈവം നമുക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവനെ സാക്ഷിപ്പാനും ഏവർക്കും സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കുറവുകളെ ഓർക്കാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, 2024 വലിയ നോമ്പിന്റെ ദിനങ്ങളിൽ നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിൽ വന്നുപോയ കുറവുകളെ അങ്ങയുടെ മഹാകരുണയാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നല്ല ശുശ്രൂഷക്കാരാക്കി ഞങ്ങളെ തീർക്കണമേ. സ്വന്തം സ്വരൂപത്തിൽ അങ്ങ് ഞങ്ങളെ മെനഞ്ഞല്ലോ. ആ പദവി നഷ്ടപ്പെടുത്തി കളയാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുവചന സത്യങ്ങളെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. തുടർന്നുള്ള ദിനങ്ങളിലും നിന്നോടൊപ്പം ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. സകലവും യേശു നാമത്തിൽ തന്നെ. ആമേൻ.